കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യം. സർവവും സൃഷ്ടിച്ചവനായ ഒരു ദൈവത്തെക്കുറിച്ച് ഈ വേദഭാഗം വർണ്ണിക്കുകയാണ്. എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അവനു വേണ്ടിയിട്ടാകുന്നു സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. പ്രിയരെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന അല്പസമയം അതിൽ എന്തെല്ലാമാണ് ഉള്ളതെന്ന് നമുക്കറിയില്ല. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാകട്ടെ സകലവും അറിയുന്നവനാകുന്നു. ഈ ഭൂമിയിലുള്ള സകലത്തെയും സൃഷ്ടിച്ചിരിക്കുന്നവനായ കർത്താവ്, അതിൽ നിന്നാകുന്നു എല്ലാത്തിൻ്റെയും തുടക്കവും വളർച്ചയും മുൻപോട്ടുള്ള പ്രയാണവും എല്ലാം അവനിലൂടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ ഫലം കായ്ക്കുന്ന വിത്തുള്ള ഫലവൃക്ഷങ്ങളും സൃഷ്ടിച്ചു എന്ന്. ഇന്നും ഒരു പുതിയ ചെടിയെ ഉണ്ടാക്കുകയല്ല, വിത്തിൽ നിന്നും പുതിയ പുതിയ മരങ്ങൾ, സസ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ദൈവം എല്ലാത്തിനും കാരണബോധനായിരിക്കുന്നു. അവൻ സൃഷ്ടിച്ചതിൽ നിന്നും അവൻ ചെയ്ത പ്രവൃത്തികൾ അല്പം കൂടി മെച്ചപ്പെടുത്തി ചെയ്തെടുക്കുവാനുള്ള ഉത്തരവാദിത്തം നമ്മിലുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം ഹേതുവായി ഉളവായതാണ്. അങ്ങനെയാണെങ്കിൽ നാം ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് നാം ദൈവത്തോട് ആരായേണ്ടവരല്ലേ? 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവം തന്നെ സ്നേഹിച്ചവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന്. എന്നാൽ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന്. പ്രിയരെ, ദൈവവചനവുമായി നമുക്ക് കൂടുതൽ സമയം ചിലവഴിക്കാം. ആത്മലോകത്തിൻ്റെ ഭാഷയായ അന്യഭാഷയിൽ ദൈവത്തോടും ദൂതഗണങ്ങളോടും നമുക്ക് സംസാരിക്കാം. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് എന്നെക്കുറിച്ചുള്ള ദൈവഹിതമെന്തെന്ന് ദൈവത്തോട് ആരായുന്നവരായി നമുക്ക് ജീവിക്കാം. സർവവും അവനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നാമും ക്രിസ്തുവേശുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുകയാണ്. എല്ലാത്തിൻ്റെയും ഹേതു ദൈവേഷ്ടമാകയാൽ ആ ദൈവേഷ്ടത്തോട് ഒപ്പം ചേർന്ന് നമുക്കും വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കാം.